ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? മുറുക്കാൻ ചുണ്ണാമ്പ് വേണ്ടേ? ചുണ്ണാമ്പിട്ട് മുറിക്കുക, തുപ്പുമ്പോ ചുവപ്പ് കളറായിരിക്കും. ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? അത് ശരി, ഞാൻ ചിരിക്കണോ കരയണോ? ഒരതിഥിയുണ്ട്, കാട്ടിക്കൊണ്ട് കളയ. അതെന്താ അങ്ങനെ? അതിഥികളെ കാട്ടിക്കൊണ്ടേ കളയണമെന്നാണല്ലോ വാവാ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ കുടൽമാല നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? മമ്മൂട്ടിയെ കണ്ടോടി മമ്മൂട്ടി. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. അല്ലെങ്കിൽ എനിക്കിത് വരണം, ഞാനിത് കേട്ടല്ലേ മതിയാവൂ. ഒരാൾക്ക് 2 തവണ അബദ്ധം പറ്റില്ല. അടുക്കളയിലേക്ക് പോവുക. മിമിക്രി ഒരു കലയാണ്. ഏത് രംഗത്തെ പോലെയും ഇവിടെയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. പ്രതിഭകൾക്ക് മാത്രമേ എവിടെയും അവസരമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം, താങ്കൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല.